ശലോം ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ദിന ആശംസകൾ നേർന്നുകൊള്ളുകയാണ്. വീണ്ടും ക്രിസ്മസ് ദിനം ആരാധനയുടെ പശ്ചാത്തലത്തിൽ ആനന്ദത്തോടെ ആഘോഷത്തോടെ ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും നമ്മുടെ മുമ്പിലേക്ക് വന്നുയർന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ദൈവകൃപ സ്വീകരിക്കപ്പെടാനായിട്ടുള്ള മുഖാന്തരങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ അന്തരംഗത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും ചോദിച്ചിരിക്കേണ്ടതുമായ രണ്ട് ചോദ്യങ്ങളാണ്. ഞാൻ ദൈവശബ്ദം ആട്ടിടയന്മാർ കേട്ടതുപോലെ ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ കേൾക്കത്തക്ക രീതിയിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിട്ടുണ്ടോ? രണ്ട്, ഞാൻ ദൈവ വരപ്രസാദമുള്ള ഒരു വ്യക്തിയാണ്. ദൈവ വരപ്രസാദം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം ലോകത്തിന് കൊടുക്കുവാൻ, ദൈവനാമ മൗത്വത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് തിരുനാളുകൾ ആചരണങ്ങൾ മാർഗദീപമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബേത്ലഹേമിൽ മുഴങ്ങിക്കേട്ട ആ മഹത്തായ മംഗളധ്വനി നമ്മുടെ ഹൃദയാന്തരംഗങ്ങളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ട് ആ അന്തരാത്മാവിൻ്റെ സംതൃപ്തിയോടുകൂടി ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ചിന്തിച്ച് മാലാഖമാർ പാടിയ ആ ദൈവികമായ സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടി അവതീർണനായ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുവാൻ മഞ്ഞണിഞ്ഞുടരുന്ന രാത്രി എന്ന ക്രിസ്മസ് ഗാനം മാർഗമായി തീരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷയിലേക്ക് നമുക്കൊരുമിച്ച് കടക്കാം. സംഗീതമുണർന്ന രാത്രി, ഇരുളൊഴിഞ്ഞുദയമണഞ്ഞ രാത്രി, ഇടയ സംഗീതമുണർന്ന രാത്രി, ഇരുളൊഴിഞ്ഞുദയമണഞ്ഞ രാത്രി, ജീവനിൽ ശാന്തി നിറഞ്ഞ രാത്രി, ആത്മസൗഭാഗ്യതാരമുദിച്ച രാത്രി, ജീവനിൽ ശാന്തി നിറഞ്ഞ രാത്രി, ആത്മസൗഭാഗ്യതാരമുദിച്ച രാത്രി, ക്രിസ്തുമസ് പുണ്യരാത്രി, ക്രിസ്തുമസ് പുണ്യരാത്രി, ക്രിസ്തുമസ് പുണ്യരാത്രി, ക്രിസ്തുമസ് പുണ്യരാത്രി. അനുപമ സ്നേഹമുണർന്ന രാത്രി, അജഗണങ്ങൾക്കുള്ളുണ
അത്ഭുത നക്ഷത്ര രാവിൽ രാജാതിരാജന ഈശോ എന്നാരംഭിക്കുന്ന മഹത്തരമായ ഒരു ഗാനം വീണ്ടും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവനെ നക്ഷത്രം കണ്ട് നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഇന്ന് കടകമ്പോളങ്ങളിലും ബിസിനസ് രംഗങ്ങളിലും വീടുകളുടെ ഉത്തരങ്ങളിലും ഉയരങ്ങളിലുമെല്ലാം തന്നെ നക്ഷത്രം തൂക്കിയിട്ട് ക്രിസ്മസിനെ വരവേൽക്കുകയായി. എന്നാൽ ഹേരോദാവ് അടുത്തുണ്ടായിട്ടും ആ നക്ഷത്രത്തെ കാണുവാനായിട്ടോ അതിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയാതിരുന്നപ്പോൾ ദൂരെ നിന്ന് വന്ന വിദ്വാൻമാർ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി. ഒരത്ഭുത നക്ഷത്രത്തെ അവർ കണ്ടതുപോലെ, ക്രിസ്തുവിങ്കിലേക്ക് അവർ ആനയിക്കപ്പെട്ടതുപോലെ, വഴി നടത്തപ്പെട്ടതുപോലെ ഈ ക്രിസ്മസിൻ്റെ തിരുനാളുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും ക്രിസ്തുവിങ്കിലേക്ക് അടുത്ത് ചെല്ലാനായിട്ടുള്ള മുഖാന്തരങ്ങളായി തീരട്ടെ. നമ്മുടെ ഭവനങ്ങളുടെ മുമ്പിൽ പോലും ഇട്ടിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ ക്രിസ്തുവിലേക്ക് അടുത്ത് ചെല്ലുവാനും ക്രിസ്തുവിന് ഇടം നൽകുന്ന ഭവനങ്ങളായിട്ട് മാറ്റപ്പെടുവാനും ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുവാനായിട്ടുള്ള ഒരു നല്ല നക്ഷത്ര വിളക്കുകളായിട്ട് മാറി നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിനെ പകരുവാനായിട്ടുള്ള ഒരു ജീവിതമായിട്ട് മാറുവാനായിട്ടും പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നക്ഷത്രരാമി രാജാതിരാജനമീശോ മണ്ണിന്റെ സൗഭാഗ്യമായി പിന്നിൽ നിന്നോഴിയിൽ വന്നു. അത്ഭുത നക്ഷത്രരാമി രാജാതിരാജനമീശോ മണ്ണിന്റെ സൗഭാഗ്യമായി പിന്നിൽ നിന്നോഴിയിൽ വന്നു. മാലാഖമാരുടെ ഗീതം മണ്ണിൽ വിശുദ്ധി നിറച്ചു. മാലാഖമാരുടെ ഗീതം മണ്ണിൽ വിശുദ്ധി നിറച്ചു. സന്മനസ്സുള്ളവർക്കുള്ളിൽ വിണ്ണിന്റെ നാദം ജനിച്ചു. സന്മനസ്സുള്ളവർക്കുള്ളിൽ വിണ്ണിന്റെ നാദം ജനിച്ചു. വിണ്ണിന്റെ നാദം ജനിച്ചു. അത്ഭുത നക്ഷത്രരാമി രാജാതിരാജനമീശോ മണ്ണിന്റെ സൗഭാഗ്യമായി വിണ്ണിൽ നിന്നോഴിയിൽ വന്നു. സങ്കീർത്തനം പാടി സ്വർഗീയ ഗായകർ വന്നു. സ്നേഹസങ്കീർത്തനം പാടി സ്വർഗീയ ഗായകർ വന്നു. മണ്ണിൽ സമാധാനമായി വിണ്ണിന്റെ നാദം ജനിച്ചു. സമാധാനമായി വിണ്ണിൻ
സൗഭാഗ്യമായി എന്നിൽ നിന്നോഴിയിൽ വന്നു. അത്ഭുത നക്ഷത്രരാമി രാജാതിരാജനാമീശോ മണ്ണിന്റെ സൗഭാഗ്യമായി പിന്നിൽ നിന്നോഴിയിൽ വന്നു. ഹല്ലേലൂയ 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 പതിരാവായൊരു നേരം, പാരുറങ്ങിയിടുന്ന നേരം, ഈ ക്രിസ്മസ് ഗാനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, സർവ്വജനത്തിനും ഉണ്ടാകാനായിട്ടുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു എന്ന്. ഒരുപക്ഷെ യൗസേപ്പും മറിയാമും പുൽത്തൊട്ടിയിൽ കിടത്തിയ ശിശുവിനെ അടുത്തുള്ള യൗസേപ്പും മറിയാമും മാത്രമല്ല കണ്ടത്, ഇത് സർവ്വജനത്തിന് ഉണ്ടാകാനായിട്ടുള്ള ഒരു സന്തോഷമാണ്. എല്ലാ മതസ്ഥർക്കും അവിടെ വലിപ്പ ചെറുപ്പമില്ല, ദേശം, ഭാഷ, ജാതി, മത, ആ വേലിക്കെട്ടുകളെല്ലാം തകർത്തുകൊണ്ട് ഹൃദയമാകുന്ന ആകാശങ്ങളിൽ അലയൊലി ചാർത്തുവാൻ മഹത്തായ മംഗളധ്വനി ഈ ക്രിസ്മസ് നാളുകളിലും മുഴങ്ങിക്കേൾക്കുകയാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനായിട്ടുള്ള ഒരു മഹാസന്തോഷത്തിൻ്റെ ആ മംഗളധ്വനി ബേത്ലഹേമിൽ മുഴങ്ങിക്കേട്ടത് ഇന്ന് എല്ലായിടത്തും അലയൊലി ചാർത്തുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ. നമുക്ക് ചേർന്ന് പാടാം, ക്രിസ്മസ് സന്തോഷം, സമാധാനം പങ്കുവെക്കാം. പാതിരാവായൊരു നേരം, പാരുറങ്ങിയിടുന്ന നേരം, പാഴായ പാരുകൾ കേശൻ പിറന്നിത പാഴായ പുൽത്തൊഴുത്തൊന്നിൽ, പാഴായ പുൽത്തൊഴുത്തൊന്നിൽ പാതിരാവായൊരു നേരം, പാരുറങ്ങിയിടുന്ന നേരം, പാഴായ പാരുകൾ കേശൻ പിറന്നിത പാഴായ പുൽത്തൊഴുത്തൊന്നിൽ, പാഴായ പുൽത്തൊഴുത്തൊന്നിൽ.
ഈശൻ പിറന്നിത പാഴായ പുൽത്തൊഴുത്തൊന്നിൽ പാഴായ പുൽത്തൊഴുത്തൊന്നിൽ അമ്മയും യൗസേപ്പുമപ്പോൾ കുഞ്ഞിൻ മുഖം മെല്ലെ നുകർന്നു. അമ്മയും യൗസേപ്പുമപ്പോൾ കുഞ്ഞിൻ മുഖം മെല്ലെ നുകർന്നു. നല്ലോരിടയനോടൊപ്പം ഹർഷബാഷ്പം പൊഴിച്ചു തുടങ്ങി. നല്ലോരിടയനോടൊപ്പം ഹർഷബാഷ്പം പൊഴിച്ചു തുടങ്ങി. ആതിരാവായൊരു നേരം പാരുറങ്ങിടുന്ന നേരം പാഴായ പാരുകൾ ഈശൻ പിറന്നിത പാഴായ പുൽത്തൊഴുത്തൊന്നിൽ പാഴായ പുൽത്തൊഴുത്തൊന്നിൽ പാതിരാവായൊരു നേരം പാരുറങ്ങിടുന്ന നേരം പാഴായ പാരുകൾ ഈശൻ പിറന്നിത പാഴായ പുൽത്തൊഴുത്തൊന്നിൽ പാഴായ പുൽത്തൊഴുത്തൊന്നിൽ. ബേത്ലഹേം രാവിൻ്റെ തിരുനെറ്റിയിൽ സ്വർഗീയ തിലകം ചാർത്തുവാനായി എന്നാരംഭിക്കുന്ന ക്രിസ്മസ് ഗാനം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്മസിൽ ഒരുക്കപ്പെടുന്ന, പ്രത്യേകിച്ച് സംഗീതത്തിലൂടെ ലഭ്യമാകുന്ന ക്രിസ്മസിൻ്റെ തിരുവവതാര സന്ദേശം ഓരോ മനുഷ്യനും ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കുവാൻ, അന്വർത്ഥമാക്കുവാനായിട്ട് സന്നദ്ധത കാണിച്ചിരുന്നുവെങ്കിൽ ലോകം തന്നെ എത്ര സുഭഗമായ ആ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുമായിരുന്നു. ബേത്ലഹേമിൽ മുഴങ്ങിക്കേട്ട ആ സ്വർഗീയ സംഗീതത്തിൻ്റെ മണിനാദം നമ്മുടെ കാതുകളിൽ മുഴങ്ങി ഹൃദയത്തിൽ യേശുക്രിസ്തു ഉരുവായി ലോകത്തിന് പ്രകാശത്തെ നൽകുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കുമ്പോൾ ക്രിസ്മസ് നൽകുന്ന സന്ദേശം തീർച്ചയായിട്ടും എല്ലാ മതസ്ഥരിലും പ്രയോജനപ്രദമാകും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മാലാഖമാരുടെ ഈ സംഗീതം ഓരോ ക്രിസ്മസ് രാവുകളിലും എത്തിക്കുവാനായിട്ട്, സംവേദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരട്ടെ. മണ്ണിലേക്ക് സ്വർഗം തുറങ്ങി വന്ന ദൈവപുത്രൻ മണ്ണിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് വിണ്ണിൻ്റെ സന്ദേശം പകരപ്പെട്ടുവെങ്കിൽ എപ്പോഴും അട്ടിടയന്മാർ കേട്ട മംഗളധ്വനി, ദൈവശബ്ദം കേട്ട് ലോകത്തിൽ ക്രിസ്തുവിനെ പകരുവാൻ, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ, ക്രിസ്തുവിൻ്റെ പ്രകാശം കൊടുക്കുവാൻ ക്രിസ്മസ് ഗാനങ്ങൾ മാർഗദീപമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുക.
രക്ഷകാ